സി ചിന്ത വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അസംബ്ലീസ് ബോർഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ മുൻ സെക്രട്ടറിയും സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പാസ്റ്റർ ബാബു ജോർജ് ആണ്. റാന്നിയിൽ അദ്ദേഹം സുവിശേഷ പ്രവർത്തനം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അറിയപ്പെടുന്ന ഒരു വേദാധ്യാപകനും സുവിശേഷകനും സഭാസ്ഥാപകനും ഒക്കെയാണ് പാസ്റ്റർ ബാബു ജോർജ്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തന മേഖലയിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങളും പ്രവർത്തന രീതികളെയും കുറിച്ചുമൊക്കെ അദ്ദേഹവുമായിട്ടൊന്ന് നേരിട്ട് ചോദിച്ചറിയാനായിട്ടാണ് ഞാനും വർഗീസ് ചാക്കോ സാറും ഇവിടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. ഞാൻ താങ്കളോട് ഒരു കുസൃതി ചോദ്യം തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റർ ആണോ ബിഷപ്പാണോ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ദേവദാസൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ വസതിയല്ല, ഇത് വാടക വീടാണ്. എനിക്ക് പറയണം, ഇതെന്റെ വസതിയല്ല, എനിക്ക് വാടക വീടാണ്. ഭൂമിയിൽ എൻ്റെ പേരിൽ 5 സെന്റ് വസ്തു ഇല്ല, വീടുമില്ല. അത് ഞാൻ തിരുത്തി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ റാന്നി ബാബു ജോർജ് എന്നല്ല, എൻ്റെ ജന്മനാടെന്ന് എന്ന് പറയുന്നത് ഇടയ്ക്കാണ്. ഇടയ്ക്കാട് ശാലേം അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് എൻ്റെ പിതാവിനാൽ സ്ഥാപിതമായതാണ്. അപ്പം ആ തരത്തിൽ ഞാൻ അറിയപ്പെടാത്തത് എൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് വ്യാപരിച്ചുകൊണ്ട് അത് ഞാൻ തിരുത്താനായി പോയില്ല. റാന്നിയിലെ ജനവും എനിക്ക് പ്രിയമുള്ളവരാണ്, എനിക്ക് വാത്സല്യമുള്ളവരാണ് ഇവിടെ ഉള്ളവർ. അത് ജാതി മത വ്യത്യാസം. അത് ശരിയാണ്. ഞാൻ ചോദിച്ചത് ഈ ബിഷപ്പ് എന്ന പോസ്റ്റ്, ആ നാമം സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്? ബൈബിളുമായിട്ട് അതിന് എന്താണ് കണക്ഷൻ? ആ കാര്യം ഉണ്ടാകാൻ കാരണം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്, നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നിരിക്കുക, നീ സുവിശേഷ വേല ചെയ്യണം എന്ന് പറഞ്ഞു. അതിനിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബാംഗ്ലൂരിൽ ഞാനൊരു ജോലിക്ക് വേണ്ടി പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അപ്പം പപ്പായ്ക്ക് ആഗ്രഹം ബഥേൽ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അപ്പം അന്ന് കുഞ്ഞമ്മൻ സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെ, അന്നത്തെ സൂപ്പർ. അപ്പം അപ്പച്ചനെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്ത, ബഥേലിൻ്റെ കുന്നുംപുറമൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പച്ചനെ കാണാൻ അന്നല്ലേ പോകുന്ന കുഞ്ഞാ, എനിക്ക് വേറെ കാര്യമില്ല. അത് അപ്പച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തോ രക്തബന്ധത്തിൽപ്പെട്ട ആ ഒരു ചിന്തയിലാണ് ഞാൻ ബഥേലിലേക്ക് ചെല്ലുമ്പോൾ ബഥേൽ ബൈബിൾ കോളേജിലെ ആ അറ്റ്മോസ്ഫിയറും അന്ന് MS മത്തായിയും ഡോക്ടർ C കുഞ്ഞുമൻ, അവർക്ക് മക്കളില്ല, എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരെന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്വീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ സമയത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത് ആ കുന്നുംപുറത്ത് തന്നെ. അന്ന് പുനലൂര് സഭ കുന്നുംപുറത്ത് അന്നത്തെ നമ്മുടെ കേരള സ്റ്റേറ്റിന് സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ ഈ മാമച്ചൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹിതൻ. അപ്പം എനിക്ക് ആ സ്നേഹബന്ധത്തിൽ ഞാൻ അവിടെ പോയി ആരാധനയ്ക്ക് കൂടുമ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചതും എനിക്ക് വേദന ഉണ്ടാക്കുന്നതും ഇന്നും മറുപടി കിട്ടാത്ത ഒരു ചോദ്യം ഉണ്ടായി അവിടെ വെച്ച്. അല്ല, നമ്മുടെ ഈ സഭയ്ക്കകത്തെ രാഷ്ട്രീയം എന്നാച്ചാ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ ബാക്കി നമുക്ക് പറയാൻ അവസരമുണ്ട്. ഞാൻ ചോദിച്ചത് ബിഷപ്പ് ആൻഡ് പാസ്റ്റർ, ഈ 2 പദങ്ങൾ തമ്മിലുള്ള സാമ്യം, രണ്ടും ഒന്നാണോ, രണ്ടും രണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ ബിഷപ്പ് എന്ന പേര് സ്വീകരിക്കാനുണ്ടായ കാരണം? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ബൈബിൾ കോളേജ് തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ചില സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. വീണ്ടും അത് കഴിഞ്ഞ് റാന്നി വന്നൊരു സഭാപ്രവർത്തനം തുടങ്ങി. അവിടെ ബൈബിൾ കോളേജ് ആരംഭിച്ചു. അങ്ങനെ ദൈവവചനം ഫെയ്ത്ത് ബൈബിൾ കോളേജ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവചന പ്രകാരം എന്താണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇന്നത്തെ പോക്ക് തെറ്റാണല്ലോ എന്നൊരു ചിന്ത വന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പാസ്റ്റർ മാമച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ആ കാര്യം പറയാൻ അവിടെ ഒരു പ്രശ്നം ഒന്നുണ്ടായി. മാമച്ചൻ പാസ്റ്ററെ സഭയിലുള്ള എല്ലാവരും കൂടെ അടിക്കാൻ ചൊല്ലുകയും ബഹളം വെക്കുകയും ചെയ്തെന്നത് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഇതെന്താ ഇത് ഇങ്ങനെ? ഇതൊരു ദൈവരാജ്യവും വിശുദ്ധന്മാരുടെ ഇടയിലുമാണല്ലോ. അപ്പോഴേ ഇതെൻ്റെ ഹൃദയത്തിൽ കയറി.
ഇതിങ്ങനെ കയറി. പിന്നെ അവിടെ 2 ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ വന്നു. ഇതെന്റെ ഹൃദയത്തിൽ കിടന്ന് രാഷ്ട്രീയമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണം, അതിനെന്തോ മാർഗം. ദൈവവചനം പഠിച്ചപ്പോഴും മനസ്സിലാക്കിയപ്പോഴും ഒരുത്തൻ ബിഷപ്പായാൽ പിന്നെ അവനെ ആരും ഒന്നും ചെയ്യാനില്ല, അവൻ ബിഷപ്പായിട്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ബിഷപ്പ് എന്ന നാമം സ്വീകരിച്ചാൽ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. ഏറെക്കുറെ പരിഹരിക്കാമെന്ന്. അതായത് ഇലക്ഷൻ ഇല്ലാതാവും. ഓ, ഇലക്ഷൻ ഇല്ലാതാവും. ഇലക്ഷൻ ഇല്ലാത്ത ഗ്രൂപ്പില്ലാത്തൊരു സഭയെന്നായിരിക്കും മനസ്സിൽ കണ്ടത്. എന്റെ ഓക്കെ ഓക്കെ ഓക്കെ. ഗ്രൂപ്പില്ലാത്ത ഒരു സത്യസഭ. ഇന്ന് ഞാൻ പെന്തിക്കോസ്ത് അനുഭവത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ആളാണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസം. സ്പിരിച്വൽ വേറെ, അഡ്മിനിസ്ട്രേഷൻ വേറെ. ഇപ്പം ഓരോരുത്തരും സ്വന്തമായിട്ട് വലിയ ബംഗ്ലാവും ഒക്കെ പണിയുന്നു എന്ന് പറയുന്ന പോലുള്ള കാര്യമാണ് ഈ സംഘടനാപരമായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പാസ്റ്ററുടെ ശുശ്രൂഷയും ബിഷപ്പിന്റെ ശുശ്രൂഷയെല്ലാം ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനല്ല. അതിനകത്ത് വേദപുസ്തകം പഠിച്ചാൽ, ബിബ്ലിക്കലായിട്ട് പഠിച്ചാൽ 5-fold മിനിസ്ട്രി ഉണ്ട്. 5 വിധ മിനിസ്ട്രി. ഒന്ന് അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, പാസ്റ്റർ. ഓക്കെ, ഈ പറഞ്ഞത് ടീച്ചർ. അപ്പൊ അതിനകത്ത് വിവിധ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ നൽകുന്നത്. ഇപ്പം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാവും, ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ശുശ്രൂഷ യൗവനക്കാരൻ, കൊട്ടാരക്കരയുള്ള ഒരു ദൈവവൈതലും ദേവദാസൻ, നമ്മുടെ ഒരു പാസ്റ്റർ, അവൻ പേര് ഞാൻ മറന്നുപോയി, കൊട്ടാരക്കര തൃക്കണ്ണമല സഭയുടെ അംഗം. പുള്ളി തിരുവല്ലയിൽ അങ്ങാണ്ട് ശുശ്രൂഷിച്ചു കൊടുത്ത് പെട്ടെന്ന് മരിച്ചു. 30-33 വയസ്സ്. എനിക്ക് വലിയ ഷോക്കായി. എനിക്ക് വലിയ സ്നേഹമുള്ള ഒരാളാണ്. അന്ന് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനാ ചെല്ലുന്നത്. കേരളത്തിൽ മറ്റാരും ഇല്ലെന്ന്. അവരെ ഒക്കെ അമേരിക്കയിലോ മറ്റു വികാസന്മാർ അങ്ങനെ പോയി. അവരെന്നെയാ വിളിച്ചത്. ഞാൻ കൊട്ടാരക്കര ചെന്ന് ആ തൃക്കണ്ണമുകൾ ചെല്ലുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോട്ട് പോയി, ദൈവമേ ഈ മകൻ ഉയർത്തെഴുന്നേൽക്കണം. വേദപുസ്തകം ശരിയല്ലേ? പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വലിയ സമൂഹം, അസംബ്ലീസ് ഓഫ് ഗോഡിലെ ശുശ്രൂഷകൻ മരിച്ചതല്ലേ. ഞാൻ പഠിപ്പിച്ച ചില കുഞ്ഞുങ്ങളും അടുത്തുണ്ടായിരുന്നു. ചില കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് ഇപ്പൊ അവർ വലിയ ദൈവദാസന്മാരാണ്. അപ്പം അവരൊക്കെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇദ്ദേഹം ഉയർത്തെഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കുക. ഇത് പ്രസംഗം തീർന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. പ്രസംഗം തീരാൻ പോവാ. ഫ്യൂണറിന്റെ പ്രസംഗം. ഫ്യൂണറിൽ ശുശ്രൂഷ നടത്തുന്നത് ഞാനാ. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ച ഒരു ദൈവദാസൻ നിപ്പുണ്ട്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് പനവേലി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ സജിമോന ആ സെക്ഷനിലാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ നിന്നു. അദ്ദേഹം എന്നെ കാട്ടി നല്ല ഇതുള്ള ആളാണ്. അപ്പം അവരുമൊക്കെ നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുന്നവരവിടെന്ന് കണ്ടു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായി. പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴത്തേക്കിന് 2 ഗ്രൂപ്പ് അവിടെ ആയി. അവിടെ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിലോട്ട് മൈക്ക് കൊടുത്തു. മൈക്ക് പിടിക്കാനൊക്കെ ഒരു വിസമ്മതം. ഞാൻ ഒരു കയ്യിൽ ബൈബിള് ഒരു പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. പുള്ളി ഉയർത്തെഴുന്നേറ്റില്ല. എനിക്കെന്താ വേണം? വേദപുസ്തകം പറയുന്നത് ഞാൻ അനുസരിക്കണ്ടേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, മനസ്സിലായതല്ല, ഗ്രൂപ്പായി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ പുസ്തകം അതല്ലേ പറഞ്ഞു. ഇനിയും എനിക്കിപ്പോഴും വയ്യ. ഇനിയും ഞാൻ മരിച്ചവരെ കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിക്കും. അതാണ് എന്റെ വിശ്വാസം. എന്റെ വേദപുസ്തകം പറഞ്ഞ രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ വിട്ടുപോകും, മരിച്ചവർ ഉയർക്കും. എന്റെ ശക്തിയൊന്നുമല്ല, യേശുവിന്റെ ശക്തി. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തോ അറിയോ? ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ യേശുവിന് പോയി. അല്ല, ഞാൻ അതിന് നമുക്ക് വേറെ നിങ്ങൾ എന്തോ വ്യാഖ്യാനം പത്രക്കാരൻ എന്തോ കൊടുക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. അത് ആ കാലഘട്ടം, ആ സംഭവം നടന്ന ആ സമയം, ആ ജനക്കൂട്ടത്തിന് അപ്പോഴത്തെ പ്രസക്തി, ആ സന്ദർഭം, ഇതെല്ലാം കൂടെ കർത്താവ് കണ്ടുകൊണ്ട് അപൂർവം ചില സമയങ്ങളിൽ, അപൂർവമെന്നല്ല,
കർത്താവിന് അതെല്ലാം സാധിക്കും. കർത്താവിന് സാധ്യമാണ്. സാധിക്കും. ഭാഷയ്ക്ക് ഇപ്പൊ 70 വയസ്സായി ഞാൻ മനസ്സിലാക്കി. അതെ, എന്റെ എനിക്ക് 69 കഴിഞ്ഞ് ഈ 70-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഈ എത്രാമത്തെ വയസ്സ് തൊട്ട് സുവിശേഷ വേലയുണ്ട്? ഞാൻ സുവിശേഷ പേരിലുള്ളത് ചെറുപ്രായം മുതലേ ഉണ്ട്. എന്നാലും അപ്രോക്സിമേറ്റ് വയസ്സ് എൻ്റെ ഒരു പപ്പ മാസ്റ്ററായതിൻ്റെ പേരിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ ഒരു ഭാഗത്ത് ആത്മീയമുണ്ട്, ഒരു ഭാഗത്ത് അല്ല നമുക്ക് കുരുത്തക്കേടുമുണ്ട്. അല്ല നമുക്ക് സമയത്തിന്റെ പരിമിതി, നമ്മുടെ കേൾവിക്കാരെ ഒരുപാട് സമയം ശ്രദ്ധിക്കുന്നത് ലിമിറ്റഡ് സൈഡ് നിർത്തണം. അതിന് ചോദ്യത്തിന് ഡയറക്റ്റ് 10 വയസ്സ് മുതലാണോ 15 വയസ്സ് മുതലാണോ? ഒരു സുവിശേഷതയിലേ ഞാൻ വന്നത് ഒരു ചെറുപ്പം മുതലേ എന്ന് പറയാം. പാസ്റ്റർ മോനായിട്ട് അതിന്റെ പേരില് ശരി അങ്ങനെ ഫുൾ ടൈം ആയതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പ്രസംഗം തുടങ്ങി പറയാം. ആദ്യം പ്രസംഗം തുടങ്ങിയത് എന്റെ സ്വന്തം നാട്ടിൽ 1972-ലാണ്. അത് ഈ കണ്ണമൻ ചന്ത എന്ന് പറയും. ഈ 1972 മുതൽ ഇന്ന് വരെ 70 വയസ്സാകുന്നവരെ മരിച്ച ഒരു ആളിനെ ഉയർപ്പിച്ച ഒരു ചരിത്രം പറയാനുണ്ടോ എവിടെയെങ്കിലും? മരിച്ചയാളിനെ നമുക്കറിയാവുന്നത് വേണം, അല്ലാതെ ഉഗണ്ടയിൽ സംഭവിച്ചു ഇല്ല. ഡെഡ് ബോഡി ഒന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ മരിച്ചതുപോലെ കിടന്നവര് പലരും എന്ത് ചെയ്തു, അതൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MLA MC ചെറിയാൻ മരിച്ചു. ആ സമയത്ത് ഞാനൊരു വഴിനീളം ഇത് കൊണ്ടുപോയപ്പം, അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോയപ്പം ഞാൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, കുഞ്ഞെ എൻ്റെ ബൈബിൾ കോളേജിൽ അവിടെ വരുമ്പോൾ നിർത്തണം, എനിക്കൊരു റീത്ത് വെക്കണം. ഞാൻ റീത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് വാ. പുള്ളി വന്നില്ല, പുള്ളി പോയി. എനിക്കെന്തോ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇന്നും പറ്റി എന്നതല്ല, ആ പ്രവർത്തനം കൊണ്ട് വിശ്വാസത്തിൽ ഇരിക്കുന്നവരും ക്ഷീണിച്ചു പോകും. അതിനകത്ത് വേറെ അവിശ്വാസികൾ ആരും വിശ്വാസിയാകത്തുമില്ല. വിശ്വാസത്തിൽ ഇരിക്കുന്നവർ തന്നെ ബാബു ജോർജ് പാഷ പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേറ്റില്ലല്ലോ. ഇതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥന കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? അല്ല, അതൊരു ചിന്തിക്കത്തില്ല. പക്ഷെ അതല്ല പുള്ളിക്കാരൻ പറയാം, അതല്ല അപ്പോസ്തോലിക ശുശ്രൂഷയുടെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലത്തും ഇന്നും വചനം ഇങ്ങനെ കിടക്കുന്നു. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു. അത് ഉയർത്തെഴുന്നേറ്റില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഞാനത് എക്സസൈസ് ചെയ്തു. വചനത്തിൽ രോഗസൗഖ്യം ഉണ്ടല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റ് വാ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വേണം. അല്ല, വന്നാലും വന്നില്ലെങ്കിലും അത് ചെയ്യുന്നതിന് റൈറ്റ് ഉണ്ടെന്നാ പറയാം പുതിയ നിയമസഭയിൽ അദ്ദേഹം പറയുന്നത്. അതാണ് അതിന്റെ രീതി. അത് ചോദിച്ചത് ഈ 70 വർഷക്കാലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടോ? ഇല്ല. ആ കള്ളപ്രചരണം നടത്തിയ ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. റെയ്നാൾഡ് ബോങ്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഉഗണ്ടയിലും അമേരിക്കയിലും നടന്നത്. ഇവിടെ കേരളത്തിലെ കാര്യം അല്ല, അതെ ഇതാണ് അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ എന്റെ വിശ്വാസം. അത് വിശ്വസിക്കാമല്ലോ. കാരണം ഞാൻ ഈ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നല്ലൊരു ചെറുപ്പക്കാരൻ, യങ് അവനെ കണ്ടു കഴിഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന കണ്ടാണ് ഇപ്പൊ ഉയർത്തെഴുന്നേൽക്കുന്നത് മനസ്സിലായി എന്നുള്ള നിലയ്ക്കാണ് കിടക്കുന്നത്. അപ്പൊ അത് ഉയർത്തെഴുന്നേൽക്കാതിരുന്നപ്പം കണ്ടോന്ന് പറഞ്ഞത് 2 ഗ്രൂപ്പായി സെമിത്തേരി വരെ പോയപ്പോ ഞാൻ പറഞ്ഞു ഇനിയും ചിലപ്പോ സെമിത്തേരി വെച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കാം. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഇനി ഇവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റില്ലയോ, കൊടുക്കുന്ന നാള് ഉയർത്തെഴുന്നേൽക്കും. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും ബൈബിൾ അത് അനുശാസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന അർത്ഥം. ഇനി അടുത്ത നമ്മുടെ ചോദ്യം ഹ്രസ്വമായിട്ടുള്ള മറുപടി പറയണം. ഈ ബിഷപ്പ് ആയതുകൊണ്ട് വ്യക്തിപരമായോ ആത്മീയമായോ അങ്ങനെയുണ്ടായ നേട്ടം, ആത്മീയ പുരോഗതി അതെന്താണ്? അതെന്ന് പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. മറ്റേതാണെങ്കിൽ ഇല്ല, ഗ്രൂപ്പിസോ. ഞാൻ നിൽക്കുന്ന സംഘടനയിൽ ഗ്രൂപ്പിസോ, അവരുടെ ഗ്രൂപ്പിസം മാറുന്നേ. അതായത് ബിഷപ്പ് ഒരിക്കൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ കീഴോട്ട് വലിക്കാൻ ആരുമില്ല. മരണം വരെ ബിഷപ്പാണ്. ആ സ്ഥാനം ആർക്കും. അല്ല, നമ്മുടെ പൗരോഹിത്യ സഭകളിൽ അങ്ങനെ രീതി ഉണ്ടല്ലോ. ഒരാൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ബിഷപ്പ് ആർച്ച് ബിഷപ്പായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാളില്ല. ചോദ്യം ചെയ്യാനാവാത്ത നേതൃത്വമാണ്. എല്ലാ പാസ്റ്റർമാരും ബിഷപ്പ്മാരാണ്. അതെ, ബിഷപ്പ്മാരാണ്. അവരെ പാസ്റ്റർ എന്ന് വിളിക്കുന്നു, കങ്കാണി എന്ന് വിളിക്കുന്നു.
അല്ലെങ്കിൽ വേറൊരു പേരിൽ വിളിച്ചാലും they all are bishops. അല്ലെ അത് ചർച്ച് ബോർഡിലെ എല്ലാ പാസ്റ്റർമാർക്കും ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ബിഷപ്പുമാരെ. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ബിഷപ്പ് എന്ന പദം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അതെ അഭിപ്രായം. അതെ. ഇനി ഞാൻ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. റാന്നിയിൽ എന്നാ വന്നത്? റാന്നി ഞാൻ ആദ്യമായിട്ട് വരുന്നത് ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപകനായ പാസ്റ്റർ എം എസ് മത്തായി ന്യൂയോർക്കിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം എന്റെ പിതാവിന്റെ ഒരു സ്നേഹിതൻ. അല്ല അതെ ന്യൂയോർക്ക് വന്ന കാര്യം അതാ പറയുന്നത്. അതായത് റാന്നി വന്ന കാര്യം റാന്നി വന്ന കാര്യമാണ് പറയുന്നത്. ആ മത്തായി സാറ് എന്ന് പറഞ്ഞ പപ്പായുടെ ഒരു സ്നേഹിതനായതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്നെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹം. അപ്പൊ അദ്ദേഹം എന്നെയും കൂടെ വിളിച്ചിരുന്നു കൺവെൻഷൻ. മത്തായി സാറ് പ്രസംഗിക്കേണ്ട ദിവസമാണ്. അദ്ദേഹം അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1974 75 കണ്ട ഇവിടെ വന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. പിന്നീട് രണ്ടാമത് ഞാൻ ഇവിടെ വന്നത് എൻ്റെ സ്നേഹിതൻ പുല്ലമ്പള്ളിൽ ഫിലിപ്പ് PV ഫിലിപ്പ് എന്ന് പറഞ്ഞ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായ ഫിലിപ്പിന്റെ വീട്ടിലാണ് പിന്നീട് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1981 81 83 ഒരു സമയം 1983 പ്രവർത്തനം ആരംഭിക്കും. ഇവിടെ ഞാനല്ല പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ ബഥേൽ ബൈബിൾ കോളേജിൽ നിന്നൊരു ടീം ഇവിടെ വന്നു. HMC വന്ന് ടീം പ്രവർത്തനം ചെയ്തു. 1983 എൻ്റെ ഓർമ്മ. ടീം പ്രവർത്തനം ചെയ്ത് അപ്പൊ ഇവിടെ ഒരു സഭ ഉണ്ടാകണമെന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു സഭ ഉണ്ടായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ്. ആ സഭയിൽ ആദ്യകാലത്ത് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞത് എൻ്റെ ശുശ്രൂഷയിലല്ല. ഐക്കാട്ടുമണ്ണിൽ തങ്കമ്മാമ എന്ന് പറഞ്ഞൊരു സഹോദരിയെ തോന്നിയാമല കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. ആ കൂട്ടത്തിൽ ഡോക്ടർ ജോൺ താനിക്കൽ ഇവിടെ വന്നൊരു പ്രസംഗം ചെയ്തതോടെ ആ സഭ അങ്ങ് പൊളിഞ്ഞുപോയി. ആ സഭ അങ്ങ് പൊളിഞ്ഞുപോയി. ഇദ്ദേഹം ആഭരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ആ HMCക്കാർ ഇവിടെ വന്നു, പ്രവർത്തനം തുടങ്ങി. അപ്പം പാസ്റ്റർ PD ജോൺസിനെ വിളിച്ച് അവരൊരു കൺവെൻഷൻ നടത്തി. അപ്പം ഞാനന്ന് സദൺ ഏഷ്യ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചേച്ച് വരുമ്പോൾ എന്നോട് പറഞ്ഞത്, നീ ഇവിടെ വന്ന് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ എനിക്ക് മലയോര പ്രദേശത്ത് താല്പര്യമില്ല. അവൻ എന്നാ ഒരു കാര്യം ചെയ്യും, നീ ട്രിവാൻഡ്രത്ത് കൂടെ നിൽക്കുക. അതിനും എനിക്ക് താല്പര്യമില്ല. ഞാനൊരു പുതിയ വർക്കാച്ച ഉദ്ദേശിക്കുന്ന ഒരു പുതിയ സ്ഥലം. അവ ഏതാ? അപ്പൊ പുതിയ സ്ഥലം അദ്ദേഹം 1-2 സ്ഥലപ്പേര് എന്നോട് പറഞ്ഞു. അത് എനിക്ക് അങ്ങോട്ട് താല്പര്യം തോന്നാത്തതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചു, റാന്നിയിൽ ഒരു പ്രവർത്തനം തുടങ്ങാൻ പോവാം, എനിക്കിഷ്ടമല്ലാത്ത സ്ഥലം. അപ്പൊ എൻ്റെ പപ്പ പാസ്റ്റർ AK ജോർജ് അന്ന് മുഖത്തലെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ PD ജോൺസന്റെ ഭാര്യയുടെ വീട് അവിടെ. ആ മുഖത്തലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്ററുമായിരുന്നു, അന്ന് പ്രസ്പെക്ടറുമായിരുന്നു. അപ്പൊ പപ്പ വിചാരിച്ച ഏത് സഭ വേണമെങ്കിലും അന്ന് എനിക്ക് പോകാം. എന്നാൽ ഒരു പുതിയ വേലസ്ഥലം എടുക്കുന്നു എന്ന് പറഞ്ഞ പാസ്റ്റർ PD ജോൺസൺ പറഞ്ഞു, റാന്നിയിൽ ഞാൻ നമുക്ക് പ്രവർത്തനം ആരംഭിച്ചു, നിനക്ക് പോകാം. എനിക്ക് റാന്നി പോകാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ താല്പര്യം തോന്നിയില്ല. എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായ എൻ്റെ പേരിൽ അമ്മച്ചിയോട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, മോനെ പ്രകാശമുണ്ട്, പൊക്കൂ എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിയുടെ പ്രകാശനത്തിൽ വന്നു. എനിക്ക് ഉറപ്പ് വരാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ പാസ്റ്റർ PD ജോൺസൺ ആണല്ലോ പറഞ്ഞു വിട്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണോ PD ജോൺസണിലൂടെ സ്നാന ശുശ്രൂഷയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ? ഉണ്ട്. ആദ്യത്തെ സ്നാന ശുശ്രൂഷ അദ്ദേഹം നടത്തിയത്. ആദ്യത്തെ സ്നാന ശുശ്രൂഷയാണ് മാമുക്കിലായിരുന്നല്ലോ. അതെ, 25 മാമുക്കിൽ ഞങ്ങള് നിങ്ങളുടെ സഭയില് കുറച്ചാണ് വന്നിരുന്നല്ലോ. അപ്പൊ എന്റെ പാസ്റ്ററുടെയാണ് ഞങ്ങൾ 5 വർഷം മാമുക്കിലും പുതിയ ബിൽഡിങ്ങിലോട്ട് വന്നിട്ടില്ല. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറയട്ടെ. പാസ്റ്റർ PD ജോൺസൺ എന്നെ ഇവിടെ ആക്കി ആരാധന നടത്തി. അന്നേരത്ത് ഇവിടെ ചില പ്രബല കുടുംബങ്ങളുണ്ട്. മേനാന്തോട്ടത്തിൽ MK തോമസ് എന്ന് പറഞ്ഞ ശോശാമാമ എന്ന് പറഞ്ഞ അവര്, അന്ന് അദ്ദേഹം അവരുടെ വീട്ടിലാണ് താമസിച്ചത്. ആദ്യം എത്ര പേര് ആദ്യം ഞാനത് പറയുന്നൊരു എല്ലാവർക്കും മനസ്സിലാക്കാനൊരു കാര്യം, 3 മാസം കൊണ്ടാണ് സ്ഥാനം നടക്കുന്നത്. അപ്പൊ അമ്മച്ചിയുടെ പ്രകാശനത്തിലല്ലേ ഞാൻ വന്നത്. അപ്പൊ എനിക്കൊരു ഉറപ്പ് വേണം. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് 25 പേരെ തന്നാൽ അങ്ങനെ നിയമിച്ചിരിക്കുന്നത് റാന്നിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് 25 പേര് ഒന്നിച്ച് സ്ഥാനപ്പെടണം, 2 വേണ്ട, ഒന്നിച്ച്. അപ്പൊ ഞാൻ പോയി അന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തനം ചെയ്തു. കഷ്ടപ്പെടുന്ന പോയ രാപകൻ റാന്നിയിലെ പൈപ്പിലെ വെള്ളം വരെ കുടിച്ചിട്ടുണ്ട്. കാരണം പൈസ ഇല്ലഞ്ഞിട്ടല്ല, കാരണം അപ്പോഴത്തേക്കും വരുമ്പോൾ തട്ടുകടയെല്ലാം അടച്ചു, കടകളൊന്നുമില്ല.
വെള്ളം കുടിച്ചേച്ച് അവിടെ കിടന്ന് ഞാൻ ഒത്തിരി ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അന്നേരത്ത് തന്നെ മുന്നേ മരിച്ചു പോകും. കാരണം അന്ന് രാത്രിയിലൊക്കെ പോയി യോഗം നടത്തിച്ച് ക്ഷീണിച്ചു വരിക. സമുദായക്കാരുടെ വീട്ടിലാണ് യോഗം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഞാനൊന്നും കഴിക്കത്തില്ല. രക്ഷിക്കപ്പെടാത്തവന് ചാപ്പാട് വേണ്ടെന്നൊക്കെ പറയുന്നേരത്ത് അന്നേരത്തെ ഒരു ആവേശമല്ലേ, അരവട്ട് പോലെ മാത്രമല്ല മുഴുവരാന്തനാണെന്ന് പറയാം. ഇപ്പോഴും ഉണ്ടല്ലോ അതിന്റെ അംശം. ഇപ്പൊ ഇച്ചിരി പക്വതയുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ചാപ്പാടൊക്കെ തന്നെ ആരും തന്നാലും കഴിക്കുമല്ലോ. പിന്നെ എന്ത് തന്നാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള നമ്മളത് തമാശത്തിൽ കാണുന്ന സുവിശേഷ പ്രചരണത്തിന് കർത്താവിന്റെ വചന സമൂഹത്തിന് പറയുന്നതിലുള്ള ശുഷ്കാന്തിയും ആവേശവും എന്തോ അതിന് പറയുന്നത് എടുത്തുചാട്ടവും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയും സഭയുടെ വളരുമാറായതിന്റെ പിന്നിലുള്ളതാണ്. ആലോചിച്ച് തീരുമാനിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി മിനിറ്റ്സ് എഴുതിയിട്ട് അങ്ങനെ ഒരു ചിന്തയിൽ എടുത്ത ചാട് വരുമ്പോൾ വരട്ടെ. സംസാരത്തിലും പ്രസംഗത്തിലും പ്രവർത്തനത്തിലും ഒക്കെ പാസ്റ്റർ ബാബു ജോർജിനെ വ്യത്യസ്തനാക്കുന്നത് ആ ഒരു എടുത്തിയാട്ടോ ശൈലിയാണ്. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളും ഉണ്ട്, ചിലപ്പം പാളിച്ചകളും സംഭവിക്കാം, സ്വാഭാവികമാണ്. പറഞ്ഞു 25 പേരെങ്കിലും ഒരുമിച്ച് സ്നാനപ്പെട്ടാൽ ഞാൻ തീരുമാനിക്കും എന്റെ അമ്മയ്ക്ക് കിട്ടിയ വെളിച്ചം. അത് സത്യമായിരുന്നു. നീ എന്നാ എന്നെ വേലയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചു. അത് സംഭവിച്ചോ? അത് സംഭവിച്ചു. 25 പേര് ഒരുമിച്ച് സ്നാനപ്പെട്ടു. അത് കേട്ടോ, അത് പമ്പയായിട്ടില്ല സ്നാനപ്പെട്ട്. ഇവിടുത്തെ പ്രബല കുടുംബങ്ങളിലുള്ള റാന്നി തെങ്ങുംതോട്ടത്തിൽ കുഞ്ഞിച്ചാൻ എന്ന് പറഞ്ഞ ആള് അങ്ങനെയുള്ളവരാ. അത് കൂടാതെ വേറെ കാര്യമുണ്ട്. ഇന്ന് ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർ ബ്ലസൻ, അദ്ദേഹം നമ്മുടെ പോലീസ് ചാക്കോച്ചായന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ അബുദാബിയിൽ ഉണ്ടായിരുന്ന ഈ ഓതറ ഉണ്ടായിരുന്ന എം സി ചാക്കോച്ചന്റെ മകളെയാണ് ഈ ബ്ലസൻ കല്യാണം കഴിച്ചത്. അപ്പൊ ബ്ലസന്റെ പിതാവ് പാപ്പച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പാപ്പച്ചാനും അമ്മാമ്മയും, അമ്മയുടെ പേര് ഓർക്കുന്നില്ല, അമ്മാമ്മയും ഇതിന് ഭയങ്കര ഇവിടെ ഒരു വേല ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ പാസ്റ്റർ PD ജോൺസൺ പറഞ്ഞാണോ എന്ന് അറിയത്തില്ല, ഇവിടെ സ്നാനമുണ്ടെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനെയും കൂടെ സ്നാനപ്പെടുത്തണം. അപ്പൊ ഞാൻ 25 പേരെ സ്നാനപ്പെടുത്തുന്നതിന് വലിയ പോരാട്ടം ഉണ്ടായി. സ്നാനപ്പെടാൻ തീരുമാനിക്കുന്നവൻ കുറച്ച് കഴിയുമ്പം ഇവിടുത്തെ പ്രബല സമുദായപ്പെട്ട ഒരച്ഛനും, അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ സ്നേഹിതൻ അച്ഛൻ. അപ്പൊ ആ അച്ഛൻ അവർക്ക് ആടിനെ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുക. അപ്പൊ ഞാൻ എണ്ണി നോക്കുമ്പം 20 ഉള്ളൂ. ഒരു ദിവസം എണ്ണുമ്പം 30 ഉണ്ട്, വേറെ ദിവസം എണ്ണുമ്പം 20 ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ 23 പേരായി, അവര് പോയി ഇവര് പോയി എന്നൊക്കെ പറയും. ഞാനും അങ്ങ് കുഴഞ്ഞു. ശരി, ഏതായാലും 25 പേരെ അല്ലല്ല, എനിക്ക് അതിനകത്തൊരു ദൈവപ്രവൃത്തി പറയാം. പിശാചത് തടയാൻ ശ്രമിച്ചെങ്കിലും 25 അംഗം തികഞ്ഞത് ഈ ഡോക്ടർ ബ്ലസനൂടെ വന്നപ്പോഴാണ്. ഡോക്ടർ ബ്ലസൻ സ്നാനപ്പെടാൻ വരുന്നുള്ള ഞാൻ അറിയുന്നില്ല. പിന്നെ അത് PD ജോൺസനാണ് അറിയുന്നത്. ഡോക്ടർ ബ്ലസൻ ഇന്ന് ഓസ്ട്രേലിയ. അത് കഴിഞ്ഞ് സഭ വളർന്നു കഴിഞ്ഞപ്പോൾ വിശദീകരിച്ച് വേണ്ട. ആ ചോദിക്കുന്നതിന് നമുക്ക് ഡയറക്റ്റ് മതി, കാരണം വിശദീകരിക്കാൻ പോയാൽ നമുക്ക് വേറെ ഒരു കാര്യം ഒരു ടൈം നമുക്ക് ഇതില്ലെങ്കിൽ ആളുകൾ ഇപ്പം തന്നെ അസ്വസ്ഥരാണ്. ഞാനത് പരസ്യമായിട്ട് പറയുക, കാരണം നമ്മൾ മറ്റേ വീഡിയോ കണ്ടുമ്പോഴത്തേക്ക് അല്ല എനിക്ക് അതല്ലെങ്കിൽ അങ്ങ് ചുരുക്കിക്കോ, പിന്നെ രണ്ടാവരണം ചെയ്യാം. കാരണം എന്റെ ചരിത്രം എന്നെ അറിയാൻ വയ്യാത്തവര് ഇന്ന് ഒത്തിരി പേരുണ്ട്. അതിന്റെ പോർഷൻ നമുക്ക് തിരിച്ചു പറയാം. ഒരു വാക്കിൽ എനിക്ക് പറയാനുള്ളത്, അന്ന് സഭ വളർന്നു. സഭയിൽ നിന്ന് ബിഷപ്പ് ആയതോടുകൂടിയാണ്, തായ്ലൻഡിലോ മറ്റോ പോയി ബിഷപ്പ് എന്ന നാമം സ്വീകരിച്ചതോടുകൂടിയാണ് താങ്കൾ AG ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പതുക്കെ വിഘടിച്ചു പോകുന്നതും ഒക്കെ. അതിന് അങ്ങനെ തന്നെ വിശദീകരിക്കാൻ പിന്നെ അവസരം വേറെ ചെയ്യാം. ഞാൻ ചോദിച്ചത്, ആ സമയത്ത് സഭയിൽ എത്ര അംഗങ്ങളായി കഴിഞ്ഞു? 10, 200, 300 ഒക്കെ ആയില്ലേ? അല്ല, എനിക്ക് 1000-ൽ പരം അംഗങ്ങൾ ഇവിടെ വന്നായിരുന്നു. ഉണ്ട് ആ ബിൽഡിങ്ങില്. ഇനി ഈ ബിൽഡിങ് സാധാരണ നമ്മൾ ബാംഗ്ലൂരിലും മറ്റ് സ്റ്റേറ്റിലും ഒക്കെ അസംബ്ലീസ് റോഡിന്റെ മെഗാ ചർച്ചുകളെല്ലാം വ്യക്തികളുടെ സ്വന്തം പേരിലാണ് നടക്കുന്നത്. എല്ലാം ബാംഗ്ലൂരിൽ വേണ്ടി വന്നാൽ പേര് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ എല്ലാം സ്വന്തം ട്രസ്റ്റുകളും അവരുടെ സ്വന്തം സ്ഥാപനങ്ങളുമായിട്ട് നടക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അതിന്റെ ഓർഡൈൻഡ് മിനിസ്റ്റർ എന്നുള്ള ഡെസിഗ്നേഷൻ മാത്രം മതി അവർക്ക്. ഞാൻ അസംബ്ലീസ് ഓർഡൈൻഡ് മിനിസ്റ്റർ എന്ന് മാത്രം മതി. പക്ഷേ വിശ്വാസികളും അവിടെ ഉണ്ടാവും. അതിന്റെ സ്വതരാഴ്ച വാങ്ങിച്ചെടുക്കുന്ന അവർ തന്നെയാണ്. ഈ പ്രോപ്പർട്ടികൾ മുഴുവൻ അവരുടെ പേരിലാണ്. AG ആയിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെ വന്നപ്പോൾ ബാബു ജോർജ് പാസ്റ്റർക്ക് ഈ വസ്തുവകകളൊക്കെ സ്വന്തം പേരിൽ തന്നെ വേണമെങ്കിൽ വാങ്ങി തുടങ്ങിക്കൂടായിരുന്നു? സുഖമായിട്ട്.
എനിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിലായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആരോപണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില പാസ്റ്റർമാർ തന്നെ അതിനുവേണ്ടി നിന്നത്. അത് അസൂയ കൊണ്ടുള്ള ഒരു ചെറിയ കാര്യമൊന്നുമില്ല. ഞാൻ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതങ്ങ് വലിയ ബഹളമായി. ആധാരം ചെയ്തപ്പോഴേ പേര് തന്നെയാണ്. ഞാന് രണ്ടാമത് മാറ്റി ചെയ്തതൊന്നുമല്ല. അന്നത്തെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ PD ജോൺസന്റെ പേരിലാണ്. എൻ്റെ പേര് പോലും വെച്ചിട്ടില്ല. ഞാൻ സാക്ഷിയായിട്ട് ഒപ്പ് പോലും ഇട്ടിട്ടില്ല. അത് പാസ്റ്റർ PD ജോൺസന്റെ. കാരണം എൻ്റെ ആഗ്രഹം AG എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം ബ്ലഡാ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോഴേ അന്ന് ക്രൈസ്തവത്തിൽ അതിന്റെ റിയൽ പ്രമാണത്തിന്റെ ഒരു കോപ്പിയൊക്കെ പ്രസിദ്ധീകരിച്ച് അന്ന് തന്നല്ലോ. ഏജിയുടെ പേരിലാണെന്ന് അത് എഴുതിട്ട്, അത് ഷാജൻ ജോൺ ആണ് അത് ഫീച്ചർ ചെയ്തത്. ഞാൻ ഇനി നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ ഒരു എപ്പിസോഡ് വേറെ കുറെ വിശാലമായ കുറെ കാര്യങ്ങൾ പറയാം. ഈ ബിഷപ്പ് ആയതിൽ 100% സംതൃപ്തിയാണോ? ബിഷപ്പ് ആയതിൽ 101% സംതൃപ്തിയാണ്. എന്നാൽ ഒരു വേദനയുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുമായിട്ടൊരു കൂട്ടായ്മ എനിക്ക് നഷ്ടപ്പെട്ടു. അല്ല, എന്നെ പോലുള്ള കൂട്ടായ്മ എന്ന് പറയാം. എന്നെ പോലെന്ന് പറഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ള പ്രധാനപ്പെട്ട മെമ്പറാണ്. അറിയത്തില്ല, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഈ ഡിറ്റാലിയ സ്പോർട്സ് ആർട്സ് ക്ലബ് ഒക്കെ ഉണ്ടാക്കി ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ട്. ഞാൻ സോഷ്യൽ CFPM മെമ്പർ ആയിരുന്നു. ഞാൻ സോഷ്യൽ ആക്ടിവിറ്റീസ് വെച്ച് നടന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഈ സഭയുടെ ഇത് വെച്ചൊന്നുമല്ല സ്നേഹിക്കുന്നുണ്ടാകുന്നുള്ള സ്നേഹം തന്നെ നമുക്ക് ഇന്നുണ്ട്. എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നു. വിശ്വാസികളായിട്ടുള്ള ഒരു അടുപ്പം വേറൊന്നും. നിങ്ങൾ ചോദിച്ചതിന് ഒരു മറുപടി അത് വിശദീകരിച്ചു പോയെന്നും പറയരുത്. ഈ എൻ്റെ സ്നേഹിതരായിരിക്കുന്ന ആരും ഒഫീഷ്യൽ ലെവലിൽ നിന്ന് എന്നെ ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കുകയോ ഒന്നും ചെയ്യാഞ്ഞതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ദുഃഖം എനിക്കുണ്ട്. പിന്നുള്ളവരെ കാണുമ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ സ്നേഹമായി എനിക്ക് ശത്രുക്കളില്ല. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ബിഷപ്പ് ആയതിനു ശേഷം അതിന് പ്രത്യേക യൂണിഫോം ധരിക്കാറുണ്ടോ? ഉണ്ട്. പ്രത്യേക ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് എന്തുവാ പെന്തിക്കോസ് പാസ്റ്ററുടെ ഒരു കുപ്പായം എന്ന് പറഞ്ഞാൽ ഒരു ഇതിന്റെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് കുപ്പായമാണെന്ന് വിചാരിക്കും. ഇത് കുപ്പായമല്ല, ഇത് അര ഷർട്ടായിട്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ മോഡലാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. എന്നാൽ ബിഷപ്പായി കഴിഞ്ഞാൽ ഈ ബൈബിൾ കോളേജിലൊക്കെ ഗ്രാജുവേഷൻ ഈ കുപ്പായമൊക്കെ ഇടത്തില്ലേ, അതുപോലെ ബിഷപ്പ് കോൺസിക്രേഷനും അങ്ങനെ പോകുന്ന എപ്പിസ്കോപ്പൽ. എനിക്ക് ഭരണം എപ്പിസ്കോപ്പലായി ഇഷ്ടം. NSSന്റെ SNDPയുടെയും ഭരണമാണ് ട്രസ്റ്റും സൊസൈറ്റിയുടെയും ഭരണം. അതെനിക്ക് താല്പര്യമില്ല. അത് ബിബ്ലിക്കലല്ല. എന്തെങ്കിലും വേദോസ്തവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഭരണം എപ്പിസ്കോപ്പലാണ്. അതല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവരമുള്ളതും പറയട്ടെ, അല്ലെന്നും. ഇതാണ് അടിസ്ഥാനപരമായി. ഈ വേഷത്തിൽ ചിഹ്നവും ഉടുപ്പുണ്ടോ? വേഷത്തിൽ ഒരു കുപ്പായമുണ്ട്. ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ ഐക്യൻ. ഈ നമ്മുടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ കുപ്പായം ഇട്ടാണ് പോകുന്നത്? പോകത്തില്ല. ഞാൻ പെന്തിക്കോസിലെ സ്വതന്ത്ര സഭകളും അങ്ങനെയൊക്കെയുള്ള സഭകളിൽ പോകുന്നു, കല്യാണം നടത്താൻ പോകുന്നു. ചിലർ കല്യാണം, ഞാൻ ഇന്റർനാഷണൽ ഡ്രസ് കോഡ് ധരിക്കും. അത് ഇവിടെ ഒരു കോളർ വെക്കുന്നത്, എക്ലർജി കോളർ. അപ്പൊ അത് ബിഷപ്പിനുള്ള ഒരു ഡ്രസ് ഉണ്ട്. അല്ല, ഈ പിന്നെ എന്നോടൊരു പാർട്ടി പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ആളുകള് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. KP യോഹന്നാൻ ബിഷപ്പ് ആയതിനു ശേഷം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ പുള്ളി ഇങ്ങനെ തമാശപ്പെടുത്തി 150 രൂപയ്ക്ക് അംശവടി കിട്ടുമെന്നുണ്ട് കോയമ്പത്തൂർ ചെന്ന്. ഈ വളഞ്ഞിരിക്കുന്ന അതാണോ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വടിയായിരിക്കും. 150 രൂപയ്ക്ക് വാങ്ങിയാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് ഇതുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബിഷപ്പ് ആയത് പ്രത്യേക ചില കാരണങ്ങളാലാണ് അദ്ദേഹം ചൂണ്ടി. അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഞാനും ബിഷപ്പ് ആയതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. ഈ ചില കാര്യങ്ങൾ അറിയണം. ചോദിച്ചു. മാരകമായ രോഗത്തിന് വിധേയപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞു. ഇടയ്ക്ക് തോന്നുന്നു കാണുകയും ചെയ്തായിരുന്നു, നമ്മൾ സംസാരിക്കുകയും ചെയ്തായിരുന്നു. ഈ എത്രയൊക്കെ സമുദായ സ്നേഹവും സഭാ സ്നേഹവും അതിന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്കൊരു ദുഃഖവും പ്രയാസം വരും, എല്ലാവരും ഒന്ന് ആശ്വസിപ്പിക്കുകയും കാണുകയൊക്കെ ചെയ്യുമല്ലോ അല്ലേ. ഹാർട്ടിന് പ്രശ്നം ഉണ്ടായി അല്ലേ, ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി, സ്ട്രോക്ക് വന്നു. ഇതിൽ നമ്മുടെ ഏജിയുടെ ലീഡേഴ്സ് ആരെങ്കിലും വന്ന് കാണുകയോ ഫോണിൽ വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിന്റെ ദാസൻ KJ മാത്യു, കാരണം ഈ ഫോൺ എൻ്റെ കയ്യിലില്ല. എൻ്റെ സണ്ണിലോ ബസൈൽ ബൈബിൾ കോളേജിലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നല്ലോ ജിജു. അതെ, ജിജു V ജോർജ്. മോന്റെ കയ്യിലും മോടെ കയ്യിലുമായിരുന്നു ഫോൺ. അപ്പം അത്
നേരിൽ വന്നാലേ കണ്ടിട്ടുണ്ടോ? നേരിൽ വന്നാലും കണ്ടിട്ടില്ല. അതിനകത്ത് വേറെ ആരും വന്നില്ല. ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും വർഷം അസംബ്ലിസിന് വേണ്ടി എല്ലാം സഹിച്ച് തിരിച്ച് നിന്ന ഒരാള് ബിഷപ്പിന്റെ അതെ ചേർന്നു ഒരു ബിഷപ്പായി കാരണത്താൽ അപ്പൊ ഈ ഏജിക്കാരുടെ എന്തോ ദിവസം അല്ല അത് ദൈവസ്നേഹം പറയാനാണ് ഒത്തിരി പറയാനുണ്ട്. അല്ല ഏജിക്കാരുടെ പോട്ട് അവരെ ആരെയും കുറ്റം പറഞ്ഞു, എനിക്ക് ആരെയും കുറ്റം പറയുന്നത് വളരെ മോശം താല്പര്യമില്ല. എനിക്ക് ആരെയും കുറ്റം അവരവർക്ക് ലഭിച്ച ആ ദർശനം അനുസരിച്ച് അവരവർ ചെയ്യുന്നു. അല്ല ഫിലിപ്പ് സാറ് മരിക്കുന്നതിന് മുമ്പായിരുന്ന ശേഷമാണ് ഫിലിപ്പ് സാറും വിളിച്ച് എന്റെ മരുമോനോട് അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ. വേറെ ആരും ശ്യാമിൽ നിങ്ങളുമായിട്ടായിരുന്നല്ലോ നിങ്ങൾ ബിഷപ്പ് ആകുമ്പോൾ ഏറ്റവും സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നതും നിങ്ങളെ ബിഷപ്പ് സ്ഥാനത്ത് വന്നപ്പോ ഏജിൽ നിന്ന് മാറ്റുന്നതും ഫസ്റ്റ് ശ്യാമലാണല്ലോ. എങ്കിലും അല്ല അത് എങ്കിലും ആ വാക്കിനതാണ് ഇതൊക്കെ അദ്ദേഹം ചെയ്തുവെങ്കിലും നിങ്ങളുടെ കുഴപ്പങ്ങളുണ്ടല്ലോ. സഭയുടെ ഒരു ചട്ടവും നിയമങ്ങളും അല്ലേ അച്ഛാ ലംഘിച്ചു. അപ്പൊ നിങ്ങളെങ്കിലും നിങ്ങളുമായിട്ട് അടുത്ത് നിന്നത് അവസാന നാളുകളിൽ സഭാപ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് കമ്മിറ്റി ഇരിക്കുകയോ ചെയ്യും. അദ്ദേഹവും വിളിക്കുകയോ പറയുകയോ ഒന്ന് കാണുകയോ സഹായിക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിന് നല്ല ഹൃദയമുള്ള ഒരു ദൈവദാസന തിരക്കൊണ്ട് വരാൻ കഴിഞ്ഞ് കാണത്തില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹവും എന്നെ സ്നേഹിക്കുന്നു. അദ്ദേഹം സംഘടനയുടെ സൂപ്രണ്ടായിട്ടിരിക്കുമ്പോൾ പുള്ളി ആ കാര്യങ്ങൾ ചെയ്തെന്ന് എനിക്ക് വിശ്വാസമുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ചോദിച്ചത് അത് നിങ്ങളുടെ ഒരു മാന്യതയുടെ മറുപടിയാണ്. ഞാൻ ചോദിച്ചത് അദ്ദേഹം നിങ്ങളെ വന്ന് കാണേണ്ടതല്ലായിരുന്നോ എന്നാണ് ചോദിച്ചത്. കാണാഞ്ഞതിന്റെ ദുഃഖം ഇന്നും എനിക്കുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. നമുക്ക് ക്ലോസ് ചെയ്യാൻ സമയമല്ലേ. ഒരു ചോദ്യം അവസാനമായിട്ട് ചോദിക്കുന്നത്, അസംബ്ലീസ് ബോർഡിലേക്ക് പഴയ ക്രെഡൻഷ്യൽ വാങ്ങി ഇപ്പൊ ശാരീരികമായ ബലഹീനതകൾ ഉണ്ടെങ്കിലും ക്രെഡൻഷ്യൽ അവർ തരികയും അസംബ്ലീസ് ബോർഡിലേക്ക് താങ്കളെ എടുക്കുകയും ചെയ്താൽ ഇടയ്ക്ക് അതിനുവേണ്ടി ഞാൻ ചില പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് താല്പര്യമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഡിസ്ട്രിക്റ്റിന്റെ അല്ല, മേൽഘടകത്തിലെ ചില ആളുകൾ അവർ സന്തോഷപൂർവ്വം പറഞ്ഞു ബാബു ജോർജ് പാസ്റ്റർ എപ്പോൾ വന്നാലും ക്രെഡൻഷ്യൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ഒരു അവസരം വന്നാൽ ഏജിയിലേക്ക് മടങ്ങി വരുമോ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഞാൻ ഇതിൽ തൃപ്തനാ. ഈ ഒരു അങ്ങോട്ട് വിളിക്കേണ്ട സമയം കഴിഞ്ഞു. മറ്റേടത്തെ അതൃപ്തി എന്ന് പറഞ്ഞ ഗ്രൂപ്പിസമുള്ള അല്ലാതെ അവരെന്റെ ഏറ്റവും അടുത്ത ഞാൻ സ്വന്തം കുടുംബം പോലെ സ്നേഹിക്കുന്നത്. അന്ന് പ്രവർത്തകനായി ലീഡർഷിപ്പിലൊക്കെ നിന്ന കാലത്തൊന്നും ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുകയോ വോട്ട് ചെയ്യുകയോ മേടിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ആരുടെയും ഗ്രൂപ്പായിട്ട് നിന്നിട്ടില്ല. എന്നാൽ എന്നെ ഗ്രൂപ്പാക്കി ചാപ്പ കുത്തിയിട്ടുണ്ട്. ഇന്നാരുടെ ഗ്രൂപ്പാണ് അവിടെ ഏജന്റിനെ ആദ്യമായി ഞാൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഷമോൽ സാറിന്റെ കൂട്ടത്തിൽപ്പെട്ട പാസ്റ്റർ എ ഷാജി, ഇന്ന് അദ്ദേഹം ഡാളസിലുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്. അപ്പം അദ്ദേഹം അന്ന് എറണാകുളത്തിരിക്കും. അദ്ദേഹം എന്നെ അന്ന് വിളിച്ചിട്ട് വച്ചാ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു മോനെ ഞാൻ നിൽക്കത്തില്ല. ഷാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കോ സാറിന്റെ നമ്മുടെ പാസ്റ്റർ എന്തുവാ ചെങ്കിലാത്തെ ചാക്കോച്ചാൻ വായിച്ചാക്കായി എന്റെ ഫാദറും അവര് ഞങ്ങളെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ 30 മിനിറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമാണ് ഞാൻ പറയാറ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗ്രൂപ്പിസത്ത് നിൽക്കാനില്ല. അപ്പോൾ അച്ഛൻ ഗ്രൂപ്പിസം ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാ മതി. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞ നീതിയായ കാര്യങ്ങൾ എല്ലാത്തിനും നിൽക്കുന്നു. നമുക്ക് തീർച്ചയായും. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യല്ലേ. നമുക്ക് വായനക്കാരോട് പറയാനുള്ളത് പാസ്റ്റർ ബാബു ജോർജിന്റെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ദോഷകരമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുവെ നോക്കുമ്പോൾ അസംബ്ലീസ് ബോർഡ് പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും നൂറുകണക്കിന് വിശ്വാസികൾ റാന്നിയിലുണ്ടായി. സഭകൾ രൂപീകരിച്ചു. അതായത് ഞാൻ പോയി രൂപീകരിച്ചതല്ല, ഒരു ക്ഷീണം വരുന്നിടത്ത് പൈസ കൊടുത്ത് ഞാൻ സഹായിക്കും. അന്ന് എനിക്ക് പൈസ ഇന്നും ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാശ്മീരിൽ ഈ മാസത്തെ സപ്പോർട്ട് ഇനി അയച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ദൈവം സഹായിക്കും. അപ്പൊ പാസ്റ്റർ ബാബുജി കൺക്ലൂഡ് ചെയ്യാണ്. പാസ്റ്റർ ഞാൻ ആദ്യം തന്നെ പറയുന്നു, റാന്നിയിൽ അദ്ദേഹം വന്നു പ്രവർത്തിച്ചു. 1000-ഓളം വിശ്വാസികൾ അദ്ദേഹത്തിന്റെ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും ഞാൻ ആരാധനയിൽ പങ്കെടുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് കാലത്ത് തുടങ്ങിയ കാലത്ത് അന്ന് തന്നെ മാമുക്കിൽ 10-200 പേരൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് എന്റെ ഓർമ്മ. ഇന്നൊരു 2.5 കോടി 3 രൂപയുടെയെങ്കിലും ഒരു ആസ്തി അദ്ദേഹം ബോർഡിന് വേണ്ടി അവിടെ അദ്ദേഹം തന്നെ പിരിച്ച് പണം കൊണ്ട് ഉണ്ടാക്കി എടുത്തതാണ്.
അസംബ്ലി സോഡിന്റെ മറ്റ് സ്റ്റേറ്റ് നേതാക്കന്മാരുടെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം പേരിൽ വേണമെങ്കിൽ വാങ്ങിയൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാലും അത് ചെയ്തു. അല്ല പക്ഷേ അതിനകത്ത് എന്നെ ഏജിന്ന് ഒരു സായിപ്പ് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഡേവിഡ് ഗ്രാൻഡ്. എനിക്ക് മറക്കാനൊക്കെ. ഓക്കെ. അപ്പോ ഏതായാലും ഒരു സംഭവബഹുലമായ ഒരു ചരിത്രം, ഒരു കഥയാണ് പാസ്റ്റർ ബാബു ജോർജിനുള്ളത്. ഏജിയുടെ പ്രസ്ഥാനത്തിന്റെ അധ്വാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഏജി പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പിന്റെ അഭാവമാണ്. അത് ഒരു പ്രസ്ഥാനത്ത് ഒരു നേതാവ് പോരല്ലോ, പലരും വേണമല്ലോ. എന്തെങ്കിലല്ലേ അവരുടെ കഴിവുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് എത്ര പ്രയോജനപ്പെട്ടു എന്ന് ജനം അറിയാൻ. പലരും മാറി മാറി നേതൃസ്ഥാനത്തേക്ക് വരണം. ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റ്ലർ പോലെ സ്വേച്ഛാധിപത്യമായി പോകും. ചർച്ച കൊണ്ടും ആ ഒരു കുഴപ്പമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ സഭയുടെ മുമ്പിൽ വരാനില്ല. അപ്പോ അത് താങ്കൾ ഉണ്ടായിരുന്നത് താങ്കൾ ഇപ്പോൾ നേതൃസ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. ഏതായാലും ഏജിലേക്ക് തിരിച്ചു വരുന്നില്ല. താങ്കളുടെ നിലപാടുകൾ സുതാര്യമാണ്. അല്ല, തിരിച്ചു വരുന്നില്ലല്ലോ പറഞ്ഞേ. എന്റെ ഈ നിലപാടിലേക്ക് വന്നാൽ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പം അങ്ങനെ കാരണം അതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയിൽ നിന്ന് മാംസത്തിൽ മാംസം എന്ന് പറഞ്ഞ ഏജി എന്റേതാ. അല്ല, ഞാനത് കഴിഞ്ഞപ്പം ബഹളമൊന്നും ഉണ്ടാക്കാൻ പോകാതെ ഏജി എന്ന് പറഞ്ഞ് ഒരു രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാക്കി ഞാൻ അസംബ്ലീസ് കൂടുതലായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ കൊണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ സഭകളുമായിട്ടുള്ള ബന്ധം. ഏതായാലും നമ്മളുടേത് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ കുറച്ച് നല്ല വശങ്ങളുണ്ട്, കേൾവിക്കാർക്ക് കുറച്ച് പോരായ്മകളുണ്ട് എന്ന് തോന്നാമെങ്കിലും അതെ, അത് നിങ്ങൾക്ക് അതിനടിയിലോട്ട് നിങ്ങൾക്ക് കത്തുകൾക്ക് കമന്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നാലെ നമുക്ക് ഇതേക്കുറിച്ച് ഇനി സംസാരിക്കാൻ. ചില അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, ചില സാക്ഷ്യങ്ങളൊക്കെ പറയാൻ മുഴുവൻ പറഞ്ഞില്ല, പല എപ്പിസോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വായനക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണ് ഓർപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു.